ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൾ തോംസൺ എഫക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു അഡയാബേറ്റിക് കണ്ടീഷനിൽ ഒരു ഐഡിയൽ ഗ്യാസ് വാക്വത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ അഡിയാബേറ്റിക് കണ്ടീഷനാണ്, അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. അതുപോലെ ക്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് പി എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നതും 0 ആയിരിക്കും. അപ്പോൾ അവിടെ നോ വർക്ക് ഈസ് ഡൺ. കാരണം നമ്മൾ പറഞ്ഞിരുന്നു അഡിയാബേറ്റിക് കണ്ടീഷനാണ്, അവിടെ എന്താണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല, ഇവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യൂ 0 ആണ്. അതുപോലെ എക്സ്റ്റേണൽ പ്രഷറൊന്നും ഇല്ല, അപ്പോൾ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പറയാം അവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഒരു അഡിയാബേറ്റിക് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് നമുക്കറിയാം ഡെൽറ്റ ഇ, അതായത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നതാണ് 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മളിനി പറയാൻ പോകുന്നത് റിയൽ ഗ്യാസിനെ കുറിച്ചാണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിന് മെയിനായിട്ട് ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ റിയൽ ഗ്യാസിൽ നമ്മൾ അതിൻ്റെ ജൂൾ തോംസൺ എഫക്റ്റ് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. വെൻ എ ഗ്യാസ് അണ്ടർ ഹൈ പ്രഷർ ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് അണ്ടർ അഡിയാബേറ്റിക് കണ്ടീഷൻ through a porous plug into a region of low pressure, there occurs a change in its temperature. This phenomenon is termed as the Joule-Thomson effect. അതായത് നമ്മളൊരു അഡിയാബേറ്റിക് കണ്ടീഷനിൽ നമ്മളൊരു ഒരു ഗ്യാസ് എടുത്തു, ഒരു സിലിണ്ടറിൽ ഇതിൽ നമ്മളൊരു ഗ്യാസ് എടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും ഹൈ പ്രഷർ ലോ പ്രഷർ, അങ്ങനെ രണ്ട് റീജിയൻ ഉണ്ടാവും. നമ്മളതിനെ രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലഗ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്യാസ് ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ അതങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ലോ പ്രഷർ റീജിയനിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു ടെമ്പറേച്ചർ ചേഞ്ചസ് നടക്കും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജൂൾ തോംസൺ എഫക്റ്റ്. അപ്പോൾ ആ ജൂൾ തോംസൺ എഫക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഡിയാബേറ്റിക് കണ്ടീഷൻ ആവണം. അതുപോലെ ഹൈ പ്രഷറിലെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാണ് ലോ പ്രഷർ റീജിയനിലേക്ക്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചിനെയാണ് നമ്മൾ ജൂൾ തോംസൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഇവിടെ ആ പോറസ് പ്ലഗ് എന്ന് പറയുന്നത് 2 റീജിയനാണ്. അപ്പോൾ പ്രഷർ തന്നെ P1 ഒന്ന് P2 ആണ്. ആ 2 റീജിയൻ തമ്മിൽ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിനാണ് നമ്മൾ പോറസ് പ്ലഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പിക്ചർ നമ്മൾ കാണിക്കും, ഡയഗ്രാം കാണിക്കും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷൻ, അതായത് നമുക്ക് മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ടെമ്പറേച്ചർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ചേഞ്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തിനാണെന്ന് വെച്ചാൽ അത് പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ജൂൾ തോംസൺ എഫക്റ്റിൽ പറഞ്ഞിരുന്നു അവിടെ ഹൈ പ്രഷറിലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലോ റീജിയനിലേക്ക് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടെമ്പറേച്ചർ ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ കണ്ടീഷനിൽ അധിക ഗ്യാസും നമ്മൾ എന്ത് ചെയ്യും, ഈ ജൂൾ തോംസൺ കണ്ടീഷനിൽ അഡിയാബേറ്റിക് എക്സ്പാൻഷനിൽ എന്ത് ചെയ്യാണ്, കൂൾ ചെയ്യും, അതായത് തണുക്കുകയാണ് ചെയ്യുക. എന്നാൽ 2 എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഹീലിയം. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ജൂൾ തോംസൺ അഡിയാബേറ്റിക് എക്സ്പാൻഷൻ സമയത്ത് അവർ വാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കൂൾ ചെയ്യല്ല, വാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു രണ്ടാൾ എക്സെപ്ഷൻ കേസാണ്, ഒന്ന് ഹൈഡ്രജനും ഹീലിയം. ബാക്കിയുള്ള എല്ലാ ഗ്യാസും ജൂൾ തോംസൺ അഡിയാബേറ്റിക് എക്സ്പാൻഷൻ സമയത്ത് കൂളാവുന്നു. ഈ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടേമാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അതായത് ഒരു ഗ്യാസ്, നമ്മൾ പറഞ്ഞു ഗ്യാസുകൾ കൂൾ ചെയ്യുന്നു പറഞ്ഞു, ജൂൾ തോംസൺ അഡിയാബേറ്റിക് എക്സ്പാൻഷൻ സമയത്ത് അവർ കൂൾ ചെയ്യുന്നു പറഞ്ഞു. അതിന് ഓരോ ഗ്യാസിനും ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ താഴെയുള്ള ടെമ്പറേച്ചർക്ക് പോകുമ്പോഴാണ് അതെന്ത് ചെയ്യണത്, കൂൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അതായത് ഓരോ ഗ്യാസിനും ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിൻ്റെ താഴേക്ക് അതിന് ടെമ്പറേച്ചർ പോകുമ്പോൾ പിന്നീടും ജൂൾ തോംസൺ അഡിയാബേറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോഴാണ് ആ ഗ്യാസ് കൂൾ ചെയ്യുന്നത്, അതായത് കൂളാവുന്നത്, തണുക്കുന്നത്. ഈ ഒരു ടെമ്പറേച്ചറിന്, അപ്പോൾ ഓരോ ഗ്യാസിനും ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ ജൂൾ തോംസൺ കോഫിഷ്യൻ ടേമിൽ നമ്മൾ ഇൻവേർഷൻ ടെമ്പറേച്ചർ പറയുന്നുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം, ഈ ഹൈഡ്രജൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഹീലിയത്തിൻ്റെത് പറഞ്ഞാൽ -240 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് 80 ഡിഗ്രി സെൽഷ്യസ് അതുപോലെ -240 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എന്താവണം,
ഒരു നോർമൽ പ്രഷറിലെ കേസായിട്ട് നമ്മൾ പറയുന്നത്. ഈ ടെമ്പറേച്ചറിലായാൽ മാത്രമേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹൈഡ്രജൻ ഹീലിയൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ വാം ആവാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ്, ഈ ടെമ്പറേച്ചറിന് താഴേക്ക് വീണ്ടും എക്സ്പാൻഷൻ നടന്നാൽ ഇവരെന്ത് ചെയ്യാണ്, കൂൾ ചെയ്ത് പോകും. അത് ഹൈഡ്രജൻ ഹീലിയം ആണെങ്കിലും അവർ കൂളായി പോകും. അപ്പോൾ ജൂൾ തോംസൺ എഫക്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ഗ്യാസും എന്തായിരുന്നു, കൂളാവുന്നു എക്സെപ്റ്റ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. എന്നാൽ ഇൻവേർഷൻ ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറാണ് ജൂൾ തോംസൺ അഡിയാബാറ്റിക് എക്സ്പാൻഷന് വീണ്ടും നടക്കുമ്പോൾ, അതായത് കുറേ നടക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, അതിനുശേഷം എന്ത് ചെയ്യും, അവർ നന്നായിട്ട് കൂളായി പോകും. അതേപോലെ തന്നെ ഹൈഡ്രജനും ഹീലിയും എന്താവുന്നുണ്ട്, ഈ ഒരു ടെമ്പറേച്ചർ അതായത് -80°C, അതേമാതിരി -240°C ഇത് കഴിഞ്ഞ് പോയാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, അതും ഈ രണ്ട് ഗ്യാസും എന്ത് ചെയ്യുന്നുണ്ട്, കൂളാവുന്നുണ്ട്. അതേപോലെ ജൂൾ തോംസൺ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ സമയത്ത് ഇവിടെ വർക്ക് നടക്കുന്നത് ബൈ ദ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യാണ്, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അതും താഴേക്ക് പോകുന്നു, അതും കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജൂൾ തോംസൺ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞ് വരും. അതേപോലെ ഇൻറ്റേർണൽ എനർജിയും കുറയാണ്. ഇനി ഐഡിയൽ ഗ്യാസിൻ്റെ കേസുകളിലാകുമ്പോൾ ജൂൾ തോംസൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം അവിടെ ഇൻ്റർ മോളിക്യുലർ അട്രാക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അവർ ആ മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്കൊന്നുമില്ല, ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ജൂൾ തോംസൺ എഫക്റ്റ് 0 ആണ് നമ്മളെ ഐഡിയൽ ഗ്യാസിൻ്റെ കേസുകൾ നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ജൂൾ തോംസൺ എക്സ്പെരിമെൻറ്റ് പരിചയപ്പെടാം. അപ്പോൾ ഈ ഡയഗ്രാം ഞങ്ങൾ നോക്കുക. ജൂൾ അതുപോലെ തോംസൺ രണ്ട് സയൻറ്റിസ്റ്റുകൾ സെറ്റപ്പ് ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റിലായിരുന്നു ജൂൾ തോംസൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു ട്യൂബാണ്. ഈ ട്യൂബിൽ എന്തുണ്ട്, ഈ ട്യൂബ് ഒരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് തെർമലി ഇൻസുലേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ ഇവിടെ അഡിയാബറ്റിക് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്യൂബ്. ഇതിൽ 2 പിസ്റ്റൺ ഉണ്ട്, അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു എയും അതുപോലെ ബി, അത് രണ്ടും എന്താണ്, 2 പിസ്റ്റൺ ആണ്. അത് 2 സൈഡിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്ക് കാണുന്നതാണ് പോറസ് പ്ലഗ്. ഒരു കുറച്ച് വീതിയുള്ള ഒരു ഇത് കാണാൻ പറ്റും, ആ എയും ബിയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ പോറസ് പ്ലഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് മിഡിലാണ് കാണാൻ പറ്റുന്നത്, കണ്ടിട്ടുണ്ടാവും. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ എന്താണ്, അപ്പോൾ ഇതിലൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്രഷറിലാണ് നിൽക്കുന്നത്. അതായത് P1ഉം P2. അത് എയിലൊരു പ്രഷർ P1, ബിയിൽ എന്താണ് P2 ആണ് പ്രഷർ. 2 പ്രഷറിലായിട്ടാണ് നിൽക്കുന്നത്. ഇതിലൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. അതായത് ഹൈ പ്രഷർ കിടക്കുന്നത് എയിലാണ്, P2 എന്താണ് കുറഞ്ഞ പ്രഷറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജൂൾ തോംസൺ എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരുന്നു, ജൂൾ തോംസൺ എഫക്റ്റ് പറഞ്ഞിരുന്നു. എന്താണ്, ഹൈ പ്രഷറിന് ലോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലോ പ്രഷർ റീജിയനിലേക്ക് പോവാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ P1 നിന്നും P2ലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പറയാം. ആ പിസ്റ്റൺ എ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ആദ്യം നമ്മൾ ആ പിസ്റ്റൺ എ കണ്ടിട്ടുണ്ട് അവിടെ, അതെന്ത് ചെയ്യും, മൂവ് ചെയ്തിട്ട് എങ്ങോട്ടെത്തും, A', ആ ഒരു ലൈൻ കണ്ടില്ല, A' എന്നുള്ള ആ ലൈനിലേക്ക് എത്തും. ഇനി എന്ത് ചെയ്യും, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോലി നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ പ്രഷർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് എയിൽ നിന്നും A' പോകുന്നു, മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, രണ്ടിലും പ്രഷർ നമുക്കറിയാം P1 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്ന് A' പോകുമ്പോൾ ആ വോളിയം V1 എന്നുള്ള വോളിയം എന്ത് ചെയ്യാണ്, അത് സ്ലോലി പതുക്കെ എന്ത് ചെയ്യാണ്, അത് ഔട്ടർ കമ്പാർട്ട്മെൻറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് എന്ന് A' വരുമ്പോൾ V1 എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ സൈഡിൽ അതായത് V2 എന്ത് ചെയ്യും, അതായത് V1 കംപ്രസ് ചെയ്യുമ്പോൾ V2 എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് പോകും അല്ലേ. നമ്മളൊരു സിറിഞ്ച് എടുത്ത് ചെയ്യുമ്പോൾ ആ ഒരു പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യാം, പതുക്കെ ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം വെള്ളം പുറത്തേക്ക് പോകുന്ന പോലെ. അപ്പോൾ അതായത് ഈ V1 കംപ്രസ് ചെയ്യുമ്പോൾ V2 എന്ത് ചെയ്യാണ്, അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പിസ്റ്റൺ ബി എന്ത് ചെയ്യും, പുറത്തേക്ക് കുറച്ച് പോയിട്ട് ബാക്ക് അങ്ങോട്ട് പോകും, എക്സ്പാൻഡ് ചെയ്യും, B' ആയിട്ട് മാറും. അതായത് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക് കൊടുക്കുമ്പോൾ A', അതായത് നമ്മളൊരു പ്രസ് ചെയ്യുമ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ A' പോകുന്നു. അപ്പോൾ അവിടെ കംപ്രസ് ചെയ്യാണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞ വോളിയം എന്ത് ചെയ്യാണ്, കുറയും ഇവിടെ.
അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ V2ലേക്ക്, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കുറയുമ്പോൾ അവിടെ മറ്റേ സൈഡിലേക്ക് ഔട്ടർ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ബി എന്നുള്ള അവിടെ നിന്ന് എന്ത് ചെയ്യും, അവർ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറും, V2 എന്നുള്ള വോളിയം ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന സമയത്തുണ്ടാവുന്ന ടെമ്പറേച്ചറും പ്രഷറും, ഈ രണ്ട് ചാമ്പറിലുള്ള ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ജൂൾ തോംസൺ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയഗ്രാം നോക്കുക. B രണ്ട് പിസ്റ്റനാണ്, A', B' എന്ന് പറഞ്ഞാൽ അത് പിന്നെ കംപ്രസീവിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ A എന്ന ചാമ്പറിലെ പ്രഷറാണ് P1, B എന്ന ചാമ്പറിലെ പ്രഷറാണ് P2. അപ്പോൾ P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. അപ്പോൾ ഇവിടെ എന്താണ്, ജൂൾ തോംസൺ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഹൈ പ്രഷർ റീജിയൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലോ പ്രഷർ റീജിയനിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ A'-ലേക്ക് എന്ത് ചെയ്യുകയാണ് പോകുമ്പോൾ അവിടെ എന്തുണ്ട്, ഔട്ടർ കമ്പാർട്ട്മെൻറ്റിൽ അപ്പുറം സൈഡ് എന്ത് ചെയ്യും, അത് കൂടി വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അത് നോക്കാം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. കാരണം Aയിൽ നമുക്കറിയാം അവിടെ ഓൺ ദ സിസ്റ്റം ആയിട്ടാണ് നടക്കുന്നത്, വർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് അതിന് നമുക്ക് എന്താണ് P1 V1 പോസിറ്റീവ് സൈനാണ്. ഇനി എന്താണ് പിസ്റ്റൺ Bയിൽ എന്താണ് ബൈ ദ സിസ്റ്റത്തിനാണ് വർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് -P2 V2. ഇനി നെറ്റ് വർക്ക് ഇൻവോൾവ്, അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് നമുക്ക് എന്താ നോക്കണം, W = P1 V1 -P2 V2. അത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ബിയിലുള്ളതെന്ന് പറഞ്ഞാൽ മൈനസ് ആയിരുന്നു, അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്ത് മൈനസായി പോയി. P1 V1 -P2 V2 എന്നായി. ഇവിടെ നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ചേഞ്ച് നടക്കുന്നത് E1ൽ നിന്നും E2ലേക്കാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ പ്രകാരം, അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഇവിടെ E1ൽ നിന്നും E2 ആയിട്ട് മാറുന്നുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് ലോ ആണ് ΔE = Q + W എന്നായിരുന്നു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ ജൂൾ തോംസൺ നടക്കുന്ന അഡിയാബാറ്റിക് കണ്ടീഷനിലാണ്. അപ്പോൾ എന്താണ് Q = 0 ആണ് നമുക്കറിയാം. അപ്പോൾ E2 ΔE ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. അപ്പോൾ E2 - E1 = Q നമുക്കറിയാം അഡിയാബാറ്റിക് കണ്ടീഷനാണ്. അപ്പോൾ 0 ആണ്. 0 + W നമ്മൾ പറഞ്ഞു ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ P1 V1 -P2 V2 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 2 അതായത് ഫൈനൽ ഭാഗമൊക്കെ ഫൈനൽ പ്രോസസ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡ് റൈറ്റ് സൈഡിലേക്കും മറ്റേ സൈഡൊക്കെ ഇനീഷ്യലൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ E2 -P2 V2 ലെഫ്റ്റിലുള്ളത് നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തായി മാറി, സൈന് പ്ലസ് ആയി. അപ്പോൾ +P2 V2 = നമ്മൾ -E1 റൈറ്റിലുള്ളായിരുന്നു, അതിന് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടപ്പോൾ പ്ലസ് ആയി. അപ്പോൾ E1 + P1 V1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം E + PV എന്ന് പറഞ്ഞത് ഒരു ഇക്വേഷൻ ആയിരുന്നു, എൻതാൽപ്പി കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താ അറിയാം, അതായത് E2 + P2 V2 നമുക്ക് H2 എന്ന് പറയാം, കാരണം എൻതാൽപ്പി ആണ്. അതുപോലെ E1 + P1 V1 നമുക്ക് H1 എന്നും പറയാം, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള എൻതാൽപ്പി എന്നും പറയാം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, H2 = H1 എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഇവിടെ രണ്ടും ഇനീഷ്യലും ഫൈനലും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്തായിരിക്കും, അതായത് ΔH = 0 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പറയാം ΔH = 0 ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് എ ഐസോ എൻതാൽപ്പിക് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഐസോ എൻതാൽപ്പിക് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ഐസ് എൻതാൽപ്പിക് പ്രോസസ്സ് എന്നും പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് ആണ്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ µ/JT എന്നായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ∂T/∂P at constant H എന്നാണ്. അപ്പോൾ ഈ ടേമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ കുറയുകയാണെന്ന് പറഞ്ഞിരുന്നു ജൂൾ തോംസൺ എഫക്റ്റിൽ. അപ്പോൾ എന്താണ്, ഈ ഹൈഡ്രജനും ഹീലിയമിലും നോർമൽ ടെമ്പറേച്ചർ, അതായത് അവിടെ ജൂൾ തോംസൺ എഫക്റ്റ് നടക്കുമ്പോൾ അവിടെ എന്താണ് വാം ചെയ്യാൻ ചൂടാവാണെന്ന് പറഞ്ഞിരുന്നു. കൂളല്ല, പകരം ചൂടാവുകയാണ് ചെയ്യാറെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ ടെമ്പറേച്ചർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ഒരു വീണ്ടും നന്നായിട്ട് കുറയുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, അത് ഇൻവേർഷൻ ടെമ്പറേച്ചർ ആകുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ലാസ്റ്റ് കൂളാവുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ജൂൾ തോംസൺ കോഫിഷ്യനെ കുറിച്ച് പറയുകയാണ്. അതിൽ മെയിനായിട്ട് എന്താണ്, ഈ ടെമ്പറേച്ചർ ചേഞ്ച് എന്ത് ചെയ്യാണ്, മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇനീഷ്യൽ ടെമ്പറേച്ചറും, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചറിനെയും അതുപോലെ ഒരു ഗ്യാസിൻ്റെ പ്രഷറിനെയുമാണ്. അതായത് ഒരു ടെമ്പറേച്ചർ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചറും അതേപോലെ തന്നെ എന്താണ് ഗ്യാസിലെ പ്രഷറുമാണ്.
അപ്പോൾ നമ്മളൊരു ടേം അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് UJ ഈക്വൽ ടു .T ബൈ .P അറ്റ് കോൺസ്റ്റൻറ്റ് H എന്നാണ്. ഇവിടെ ഡോ എന്ന് കൊടുത്തതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനായിട്ട് എന്താ പറയാം, ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് മേ ബി ഡിഫൈൻ ആസ് ദ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ഡിഗ്രീസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഗ്യാസ് ഇൻ എക്സ്പാൻഷൻ പെർ യൂണിറ്റ് പ്രഷർ ഡ്രോപ്പ് അറ്റ് കോൺസ്റ്റൻറ്റ് എൻതാൾപ്പി. അതായത് ഒരു കോൺസ്റ്റൻറ്റ് എൻതാൾപ്പിയിൽ ഒരു പ്രഷറിനനുസരിച്ച് എത്രത്തോളം ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് എൻതാൾപ്പിയിൽ ഓരോ യൂണിറ്റ് പ്രഷർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ് എന്ത് കോഫിഷ്യൻ്റ്, അതായത് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് പോസിറ്റീവ് ആവും എപ്പോൾ ഈ DT അതുപോലെ നെഗറ്റീവാണ്, അതുപോലെ കൂളിംഗ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അതായത് ഈ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ കണ്ടീഷൻസാണ് നമ്മൾ പറയുന്നത്. ഈ ജൂൾ തോംസൺ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ചില ഇത് പറയാൻ നമ്മൾ ചില ഒബ്സർവേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതായത് DT എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, അതേപോലെ അവിടെ കൂളിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, അതായത് DT ഈസ് പോസിറ്റീവ്. അപ്പോൾ അവിടെ എന്താണ്, ഹീറ്റിംഗ് ആയിരിക്കും കാണുന്നത്, അതായത് ചൂടായിരിക്കും ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് 0 ആണെങ്കിൽ ആ കേസുകളിൽ എന്തായിരിക്കും, DT 0 ആണ്, അവിടെ കൂളിങ്ങും നടക്കുന്നില്ല, ഹീറ്റിങ്ങും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവേർഷൻ പോയിൻറ്റ്. അതായത് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് 0 ആവുന്ന ടൈമിനെ ആ സമയത്തുള്ള പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേർഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒന്നും നടക്കുന്നില്ല, കൂളിങ്ങും നടക്കുന്നില്ല, ഹീറ്റിങ്ങും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇൻവേർഷൻ പോയിൻറ്റ്. ഈ നമുക്ക് ഇൻവേർഷൻ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിരുന്നു, അത് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് പ്രകാരം നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് നോക്കാം, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് ബിക്കം 0 ഈസ് നോൺ ആസ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റിക് ലെറ്റർ എന്ന് പറഞ്ഞാൽ TI എന്നാണ്, സഫിക്സിൽ I എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതായത് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് 0 ആവുന്ന സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിലോ ദ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്തായിരിക്കും, ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇൻ കേസ് എന്താണ്, ഇൻവേർഷൻ ടെമ്പറേച്ചറിന് മുകളിൽ എബോവ് ആണെങ്കിലോ അവിടെ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം, ടെമ്പറേച്ചർ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് 0 ആവുന്ന സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെയാണെങ്കിൽ, അവിടെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് അവിടെ പോസിറ്റീവായിട്ട് വരും. ഇൻ കേസ് ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ മുകൾക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്, ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാം, ബിലോ ദ ഇൻവേർഷൻ ടെമ്പറേച്ചർ ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് എബോവ് ഇറ്റ് ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത്. ജൂൾ തോംസൺ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കോഫിഷ്യൻ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ചെറിയൊരു ഭാഗമാണ് പറഞ്ഞത് കേട്ടോ.